ചോദ്യം ചോദിച്ച മാധ്യമപ്രവർത്തകൻ റഹീസിനെ തീവ്രവാദി എന്ന് വിളിച്ച് വെള്ളാപ്പള്ളി നടേശൻ്റെ വാക്കുകളൊക്കെ നമ്മൾ ഇന്നലെ കേട്ടു. അപ്പോൾ നമ്മളതിനെ ശക്തമായി എതിർത്തു കേട്ടോ. പക്ഷേ റഹീസിന് മനസ്സിലാകേണ്ട ഒരു സംഭവമുണ്ട്. റഹീസ് അങ്ങനെ ചില്ലറക്കാരനൊന്നല്ല. റഹീസ് പലരെയും തീവ്രവാദിയാക്കാൻ ശ്രമം നടത്തിയിട്ടുണ്ട് ഈ കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ. അതിൻ്റെ ഏറ്റവും വലിയൊരു ഉദാഹരണമുണ്ട്. റഹീസ് തന്നെ പറയുന്നുണ്ട്. ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കി. ഇത് സഖാവാണ്, പക്ഷെ സഖാവാണെങ്കിലും STPയെ തോൽപ്പിക്കാൻ വേണ്ടി UDFിനൊപ്പം നിന്ന ആളാണ് അല്ലെ? പന്തായം പറയണ്ട കേസാണ്. ഇത് സഖാവാണ്, പക്ഷെ STPയെ തോൽപ്പിക്കണം എന്ന് പറഞ്ഞിട്ട് UDFിനൊപ്പം നിന്നു. പിന്നെ വീഡിയോ പിടിക്കുന്ന അതെ, ഒരു ഭാഗത്ത് കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിക്കാരൻ, അപ്പുറത്ത് റഹീസ് ലീഗ്. ക്യാമറ എടുക്കുന്ന ആളാരാറ് BJPന്റെ വക്താവാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. ഏതായാലും ഒരു മുക്കൂട്ട് മുന്നണിയൊക്കെ ഉണ്ടാക്കിയിട്ട് ഒരു ടീമിനെ തീവ്രവാദികളാക്കി ചിത്രീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ റഹീസെ അനക്കും കൂടി മനസ്സിലാക്കാൻ വേണ്ടി ഒരു ദിശാബോധമാണ് ശരിക്ക് ചിന്തിക്കുന്ന ആളാണെങ്കിൽ വെള്ളാപ്പള്ളിയിൽ നിന്നുണ്ടായത്. ഈ തീവ്രവാദ വിളിയൊന്നും റഹീസെ ഏകപക്ഷീയമല്ല. ഇപ്പോൾ ഇജ്ജൊക്കെപ്പാടെ കൂടിയിട്ട് ഒരു രാഷ്ട്രീയ പാർട്ടിയെ ആശയപരമായ വിയോജിപ്പ് കൊണ്ട്, ആ ആശയം കൊണ്ടല്ല, വിയോജിപ്പ് കൊണ്ട് തീവ്രവാദിയാക്കി മാറ്റുന്ന ഒരു പ്രക്രിയ ഈരാറ്റുപേട്ടയിലൊക്കെ നിങ്ങളാ പണിയെടുത്തത് കൊണ്ടാണ് ആ കോലത്തിലൊക്കെ വന്ന് എന്ന് പറഞ്ഞിട്ട് ആഘോഷിക്കുന്നുണ്ടല്ലോ. ഇപ്പം എന്താ ATM മാതിരിയാണ് റഹീസെ. ആ തീവ്രവാദ വിളി നേരിട്ട് കിട്ടുകയാണ്. എന്താ കാരണം? കൃത്യമായൊരു ചോദ്യം ചോദിച്ചു. എൻ്റെ ചോദ്യം അടിപൊളി ചോദ്യമാണ്, അതിൽ സംശയമൊന്നുമില്ല. ഇത് തീവ്രവാദിയല്ല കേട്ടോ. ഇപ്പോൾ അത് വിമർശിച്ചു, ഞങ്ങളെ തീവ്രവാദിയാക്കി ചിത്രീകരിച്ചും പിന്നെ അതിനെതിരെ പണിയെടുത്തും ഒക്കെ മുന്നോട്ട് പോയ സാഹചര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ടും അന്നെ തീവ്രവാദി എന്ന് വിളിക്കാൻ ഞങ്ങൾക്ക് ആശയം കൊണ്ട് കഴിയില്ല. ഞങ്ങളങ്ങനെ ആശയം നശിച്ച ആൾക്കാരുമല്ല. നേരെ മറിച്ച് റഹീസിന് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്നറിയോ? ഞാനൊരു മതേതരത്വത്തിൻ്റെ ആളാണ്, അതിൻ്റെ സ്പൈഡർമാൻ്റെ ഷെഡിമാരി മേലിട്ടുങ്ങാണ്ട് ഞാൻ നടക്കുമ്പോഴേ ആ വിളി എനിക്ക് കിട്ടൂല എന്നുള്ള ഒരു ധാരണയും വേണ്ട റഹീസെ. ഇജിപ്പുറത്ത് ഒരു ടീമിനെ എൻ്റെ രാഷ്ട്രീയത്തോട് അല്ല എന്നുള്ള ഒരൊറ്റ കാരണം കൊണ്ട് തീവ്രവാദിയും മറ്റ് വർഗീയവാദികളൊക്കെ ആക്കി മാറ്റുന്ന ആ പണി ഇജെടുക്കുമ്പോൾ എൻ്റെ എഴുത്തുക്കും അതേപോലെ വരുന്നുണ്ട് എന്നുള്ളത് എനിക്ക് മനസ്സിലായാൽ നന്നായിരിക്കും. ഇപ്പം എങ്ങനെയുണ്ട്? ഇജൊരു ചോദ്യം ചോദിച്ചിട്ടുള്ളൂ, എൻ്റെ പേര് നോക്കി ഇജ് ഈരാറ്റുപേട്ടക്കാരനാണെന്ന് നോക്കി, ഇജ് മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തകനാണെന്ന് നോക്കിയിട്ട് എനിക്ക് തീവ്രവാദ പേര് കിട്ടിയില്ലേ? അതിലും വലിയതൊന്നുമല്ല. ഇപ്പോൾ STPക്കെതിരെ വിളിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ അത് ആരെ വിളിക്കുന്നത്? ഇജടക്കമുള്ള ആളുകൾ എടുക്കുന്ന പണിയാണത്. അപ്പോൾ ഇതൊക്കെ തിരിയാൻ വേണ്ടിയിട്ട് എങ്കിലും ഇതൊന്ന് ചിന്തിക്കണം നന്നായിരിക്കുന്ന സാന്ദർഭികമായി ഉണർത്തണം. ഈ പ്രേക്ഷകരെ, ഈ റഹീസൊക്കെ കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ ഈരാറ്റുപേട്ടയിൽ SDPയെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് ചെയ്തതും അവിടെ SDPയെ തോൽപ്പിച്ച ആഹ്ലാദ പ്രകടനം നടത്തുന്ന വീഡിയോ നിങ്ങൾക്ക് മുമ്പിൽ പങ്കുവെച്ചത്. റഹീസ് ഒരു മുസ്ലിം ലീഗുകാരനാണ്, ഒപ്പം CPMകാരനെ നിർത്തി, ക്യാമറയ്ക്ക് പിന്നിൽ വേറൊരാളും കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഒരു മുക്കൂട്ട് മുന്നണിയായി നിന്നുകൊണ്ടൊക്കെ പണിയെടുത്തിട്ടുണ്ട് മൂപ്പര്. ആ റഹീസ് ഭയങ്കര മതേതരനായി നടക്കുകയായിരുന്നു. എനിക്ക് അങ്ങനെ തീവ്രവാദ ചാപ്പൊന്നും കിട്ടൂല എന്നുള്ള ധാരണയില്ല. അങ്ങനെ ആർക്കും ഒരു ധാരണയും വേണ്ട. ഇവിടെ വെള്ളാപ്പള്ളി നടേശനെ പോലെയുള്ള ആളുകളുടെ മനസ്സിൽ റഹീസെ ഇജ്ജും തീവ്രവാദിയാണ്, ഇജ്ജും ഞാനൊക്കെ കണക്കാണ്. മനസ്സിലായോ? അത് അവസരം കിട്ടുമ്പോൾ അനക്കും കിട്ടും, ആ വിളിയും ആ തെളിയൊക്കെ ഉണ്ടാവും എന്നുള്ളത് ഇജ്ജൊന്ന് മനസ്സിലാക്കിയാൽ നന്നായിരിക്കും. ഇതിപ്പോൾ ഈ നേരത്ത് ഇങ്ങനെ തന്നെ പറയണത് എന്താണെന്നറിയോ? ഇത് അനക്കും കൂടി എന്നെ പോലെയുള്ള ആൾക്കാർക്കും കൂടി തിരിയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ തീവ്രവാദ വിളിയൊന്നും ഏകപക്ഷീയമല്ലാത്ത ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ നടന്നു പോകുന്നത് എന്നുള്ളത് സാമാന്യ ബുദ്ധിയോടുകൂടി ഒന്ന് ചിന്തിച്ചാൽ റഹീസെ എനിക്ക് മനസ്സിലായിരിക്കുമെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട്, ഏതായാലും ഇതൊരു തീവ്രവാദിയല്ല എന്നുള്ളത് ഞങ്ങൾക്കറിയാം. അജൻ്റെ ആശയപരമായിട്ട് പോവുക, മറ്റുള്ളവനെ തീവ്രവാദിയാക്കിയിട്ടും വർഗീയവാദിയാക്കിയിട്ടുമൊക്കെ സ്വന്തം രാഷ്ട്രീയത്തെ വളർത്തുമ്പോൾ ഇപ്പുറത്ത് അന്നെ അതേപോലെ വിളിക്കാനും ആൾക്കാരുണ്ട് കേട്ടോ എന്നുള്ളത് ഓർത്താൽ നന്നായിരിക്കുമെന്ന് ഓർമ്മപ്പെടുത്തി നിർത്തുന്നു. നന്ദി.